ചന്ദ്രശേഖരൻ കൊലപാതക കേസിലെ പ്രതികളുടെ ശിക്ഷാവിധി ഉയർത്തുന്നതിൽ പ്രതികളുടെ ഭാഗം കേട്ട് ഹൈക്കോടതി. നിരപരാധികളാണെന്നും ശിക്ഷാ ഇളവ് നൽകണമെന്നും പ്രതികൾ ഡിവിഷൻ ബെഞ്ചിനെ അറിയിച്ചു. ശിക്ഷാവിധി ഉയർത്തുന്നതിൽ കോടതി നാളെ പ്രതികളുടെയും പ്രോസിക്യൂഷന്റെയും വാദം കേൾക്കും. പ്രതികൾക്ക് വധശിക്ഷ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കെ രമ MLA പറഞ്ഞു. പ്രത്യേകം തയ്യാറാക്കിയ ചോദ്യാവലി അനുസരിച്ച് ഹൈക്കോടതി ഉന്നയിച്ചത് 3 പ്രധാന ചോദ്യങ്ങൾ. 1. കൊലപാതക ഗൂഢാലോചന കേസിൽ കൂടി കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ? ജീവപര്യന്തം തടവ് ശിക്ഷ അപര്യാപ്തമെന്നും ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നുമുള്ള സ്റ്റേറ്റിന്റെയും കെ രമയുടെയും ആവശ്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ? വധശിക്ഷയോ നിശ്ചിത കാലയളവ് ജീവപര്യന്തമോ നൽകാതിരിക്കാൻ മതിയായ കാരണം ബോധിപ്പിക്കാനുണ്ടോ? നിരപരാധികളെന്നും കുറ്റം ചെയ്തിട്ടില്ലെന്നും എല്ലാ പ്രതികൾക്കും ഒരേ ഉത്തരം. ഗുരുതര അസുഖബാധിതരാണെന്നും ശിക്ഷാ ഇളവ് നൽകണമെന്നും പ്രതികൾ. കുടുംബത്തോടൊപ്പം ജീവിക്കണമെന്ന ആഗ്രഹവും പ്രതികളിൽ ചിലർ പ്രകടിപ്പിച്ചു. ഡയാലിസിസിന് വിധേയനാകുന്നുണ്ടെന്ന് ജ്യോതിബാബു ഓൺലൈനിൽ ഹാജരായി വിശദീകരിച്ചു. രാഷ്ട്രീയ പകപൊക്കലിന്റെ ഭാഗമായാണ് കേസിൽ ഉൾപ്പെടുത്തിയതെന്നും സാന്ത്വന പരിചരണവുമായി മുന്നോട്ടു പോവുകയാണെന്നും KC രാമചന്ദ്രൻ. 78 വയസ്സായി എന്നും പരസഹായമില്ലാതെ ജീവിക്കാനാകില്ലെന്നും KK കൃഷ്ണൻ. ജയിലിൽ കഴിയവേ +1ഉം +2ഉം പാസ്സായി. ബിരുദത്തിന് ചേർന്നുവെന്ന് KK മുഹമ്മദ് ഷാഫി. ഒരു പാർട്ടിയിലും അംഗമല്ലെന്നും ടാക്സി ഡ്രൈവറാണെന്നും ശിക്ഷ ഉയർത്തരുതെന്നും വായപ്പടച്ച് റഫീഖ്. പ്രതികളുടെ വിശദീകരണം പൂർത്തിയായ സാഹചര്യത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നാളെ ശിക്ഷാവിധിയിൽ വാദം കേൾക്കും. ശേഷമാകും ശിക്ഷ ഉയർത്തുന്നതിൽ വിധി പറയുന്നത്. അമ്മയും മക്കളും കുടുംബവും ഉണ്ടെന്ന് പറഞ്ഞ പ്രതികൾ ചന്ദ്രശേഖരന് കുടുംബമുണ്ടായിരുന്നുവെന്ന് ഓർത്തില്ലെന്നായിരുന്നു KK രമയുടെ പ്രതികരണം. വിവാഹം കഴിച്ച് ഭാര്യയുണ്ട്, മക്കളുണ്ട്, പാലിയേറ്റീവ് പ്രവർത്തനം നടത്തണമെന്ന് പറഞ്ഞ ആളുണ്ട്, അമ്മ ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞ ആളുണ്ട്. ചന്ദ്രശേഖരന്റെ അമ്മയുണ്ടായിരുന്നു, ഹൃദയം പൊട്ടിയാണ് അമ്മ മരിച്ചിരിക്കുന്നത്. മറ്റുള്ളവരുടെ കുടുംബമുണ്ട് എന്നുള്ളതോ അമ്മയുണ്ട് എന്നുള്ളതോ ഓർത്തില്ല എന്നുള്ളതാണ്. റിപ്പോർട്ടർ, കൊച്ചി.